പാചകവാതക വില വർധനവിൽ ഹോട്ടൽ ഉടമകൾ സമരത്തിലേക്ക് പോവുകയാണ്. മെയ് 6-ന്, അതായത് വരുന്ന ബുധനാഴ്ച, സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചിടും. പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ജെവിൻ ടുട്ടു വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ജെവിൻ, പറഞ്ഞോളൂ, പണിമുടക്കിലേക്ക് പോവുകയാണ് ഹോട്ടൽ ഉടമകൾ. നമസ്കാരം. നമ്മുടെ രാജ്യം ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് ആണിത്. കൊമേഴ്ഷ്യൽ LPG പ്രൈസസിൽ ഒരു സഡൻ ഹൈക്കാണ് ഉണ്ടായിരിക്കുന്നത്. 993 രൂപയോളം പെട്ടെന്ന് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഹോട്ടലുകൾ നടത്തുന്നുണ്ട്, അവരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അവർക്ക് കട തുറക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. സത്യത്തിൽ ഇതിന് കാരണം ആരാണ്? നമ്മൾ വാർത്ത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ചർച്ചയാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും എല്ലാവരും നമ്മുടെ ഗവൺമെന്റിനെയാണ് പഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു പ്രതികരണം നടത്തി. ആ പ്രതികരണവും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. പാചകവാതകത്തിന്റെ ലോകം മുഴുവനുള്ള വില എന്തെന്ന് ആദ്യം അന്വേഷിക്കൂ എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇന്ധനവില വർദ്ധിക്കുമോ എന്ന ചോദ്യത്തോടെ മന്ത്രി പ്രതികരിച്ചില്ല. ലോകം മുഴുവനൊന്ന് അന്വേഷിക്കൂ, എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന്, അല്ലേ? നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ? വാണിജ്യ സിലിണ്ടർ വെറുതെ ഒരു നമ്പർ അല്ലായിരുന്നോ? അപ്പൊ ഇങ്ങനെ സാഹചര്യത്തിൽ പെട്രോളിയം വില വർധനവുണ്ടാവും. അപ്പൊ ഇതായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. അഫ്കോഴ്സ് അദ്ദേഹം മിക്കപ്പോഴും ഈ രീതിയിലുള്ള പ്രതികരണമാണ് നടത്താറുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നതിന് പകരം ഇങ്ങനെയാണ് അദ്ദേഹം എപ്പോഴും സംസാരിക്കാറുള്ളത്. ഇവിടുത്തെ കാര്യം ചോദിച്ചപ്പോഴേക്കും അദ്ദേഹം പറയുന്നത് ഗ്ലോബലി ഉള്ള കാര്യമാണ്. അതായത് ലോകവ്യാപകമായിട്ട് എന്താണ് സംഭവിച്ചേക്കുന്നത് എന്ന് നിങ്ങളോട് നോക്കാൻ പറയുന്നു. അദ്ദേഹം അങ്ങനെയാണ് മറുപടി നൽകിയേക്കുന്നത്. സത്യത്തിൽ ഈ മറുപടിയിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ആര് കാരണമാണ് ഈ ഒരു പ്രൈസ് ഹൈക്കായത്? എന്താണ് കാരണം? എന്തിനാണ് സാധാരണക്കാരെ ഗവൺമെന്റ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ ഇപ്പൊ നടക്കുന്നുണ്ട്. കമന്റ് സെക്ഷനിൽ മുഴുവനായിട്ടും സുരേഷ് ഗോപി ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് ആ കമന്റ്സ് മുഴുവനായിട്ട് കിടക്കുന്നത്. ഇത്രയും ദിവസം പിടിച്ചു നിന്നു, എലക്ഷൻ വരുന്നിടം വരെ പിടിച്ചു നിന്നതാണ്, ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുകയാണ്, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വിഷയത്തെ പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ട് കാണാതെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഫാക്ട് ചെക്ക് ചെയ്യാം. ഗവൺമെന്റ് കാരണമാണോ ഈ ഒരു പ്രൈസ് കൂടാൻ കാരണം? ആരാണ് ഈ പ്രൈസ് കൂടാൻ കാരണം? അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള LPG പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ? നമ്മളാണ് പോപ്പുലേഷനിൽ ഏറ്റവും ഒന്നാമത്തെ രാജ്യം. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം നമ്മുടേതാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ പോപ്പുലേഷന് വേണ്ട അത്രയും LPG നമ്മുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ ആൻസർ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഓയിൽ റിഫൈനിങ്ങിലൂടെയൊക്കെ തന്നെ LPG പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. പക്ഷേ അത് ഒരു 30 മുതൽ 40% നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതിൻ്റെ 30 മുതൽ 40% LPG പ്രൊഡക്ഷൻ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ ബാക്കി 60 മുതൽ 70% വരെ വരുന്ന അത്രയും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. 70% ഓഫ് LPG നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലോബലി ഇമ്പോർട്ട് ചെയ്യുവാണ്. അതായത് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നു. അപ്പൊ 70% ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഗ്ലോബൽ പ്രൈസ് ഹൈക്കിനെ അഫക്റ്റ് ചെയ്യത്തില്ലേ? ഗ്ലോബലി ഓയിൽ പ്രൈസ് കൂടിയിരിക്കുകയാണ്. അതായത് ഏകദേശം 20% ഓഫ് ഹൈക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെ ഉള്ളതിൽ നിന്ന് 20% ഗ്ലോബൽ ഓയിൽ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഉയർച്ച സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഉയർച്ച സംഭവിക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ റീസെന്റ് നടന്നിട്ടുള്ള വാർ തന്നെയാണ്. അമേരിക്ക, ഇറാൻ, ഇസ്രയേൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആ ഒരു പ്രശ്നം കാരണം ഗ്ലോബൽ പ്രൈസ് കൂടിയിട്ടുണ്ട്. ഗ്ലോബൽ ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടി. അപ്പൊ ഗ്ലോബൽ പ്രൈസ് കൂടുന്ന സമയത്ത് 70% LPG ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്തുള്ള പ്രൈസ് കൂടില്ലേ? ഗ്ലോബലി ഉള്ള ഓയിൽ പ്രൈസ് മാത്രമല്ല കൂടിയത്. അതായത് ഷിപ്പിംഗ് കോസ്റ്റ്. ഇപ്പോൾ ഹോർമൂസ് കടലെടുക്ക് അടച്ചു, ആ സമയത്തുണ്ടായിട്ടുള്ള ഷിപ്പിംഗ് കോസ്റ്റ്. ഈ സാധനം മറ്റുള്ള രാജ്യത്ത് നിന്ന് നമ്മൾ ഷിപ്പ് വഴിയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഷിപ്പിംഗ് കോസ്റ്റ് കൂടും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പം മാത്രമല്ല, നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പം നല്ല രീതിയിൽ ഈ മിഡിൽ ഈസ്റ്റേൺ റീജൻസിനെ ഈ ക്രൈസിസ് ബാധിച്ചത് കൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് എക്സ്പോർട്ട് ചാർജ് കൂട്ടിയേക്കാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ അഫക്റ്റ് ചെയ്യും. മാത്രമല്ല, നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. ഇപ്പം ഏകദേശം ഞാൻ പറയാം, ഒരു വർഷം മുമ്പ് $1 എന്ന് പറയുന്നത് 80 രൂപയായിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 85 രൂപയായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ $1 എത്രയാണ്? 95 രൂപയാണ്. അപ്പൊ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ
വെളിയിൽ നിന്ന് LPG വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്തിലാണ് അവർക്ക് പൈസ കൊടുക്കുന്നത്? ഡോളറിലാണ്. നമ്മൾ ഇന്ത്യൻ റുപ്പിയിലല്ല കൊടുക്കുന്നത്, ഡോളറിലാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഡോളറിൽ പൈസ കൊടുക്കുമ്പോൾ ഡോളറിന്റെ മൂല്യം കൂടുകയും രൂപയുടെ മൂല്യം കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പൈസ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതൊരു വലിയ ക്രൈസിസ് അല്ലേ? അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വലിയ ക്രൈസിസ് ആണ് നടക്കുന്നത്. ഗ്ലോബൽ ഓയിൽ പ്രൈസ് കൂടി, ഷിപ്പിംഗ് ചാർജ് കൂടി, രൂപയുടെ മൂല്യം കുറഞ്ഞു, മാത്രമല്ല ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചു, ലഭ്യതയില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പൈസ കൂടിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഇതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഈ ഒരു പ്രൈസിനെ പല രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പം 3000 രൂപയോളം കൊമേഴ്ഷ്യൽ LPGയുടെ സിലിണ്ടറിന്റെ വില 3000 രൂപയാണെന്ന് വെച്ചോ, 3000 രൂപയായി. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബലി കൊടുക്കുന്ന ഓയിലിന് കൊടുക്കുന്ന പ്രൈസ്, ഷിപ്പിംഗ് ചാർജ്, അതിന്റെ ട്രാൻസ്പോർട്ടേഷന്, പിന്നെ നമ്മുടെ ടാക്സ്, ഇതെല്ലാം പ്ലസ് ചെയ്തിട്ടാണ് ഈ ഒരു 3000 രൂപ എന്ന് പറയുന്നത്. ഗവൺമെന്റിനെയും കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 80% ആണ് GST വരുന്നത്. ഈ 80% GST എന്ന് പറയുമ്പോൾ ഒരു 300 മുതൽ 600 രൂപ, ഈ 3000 രൂപയിൽ 300 മുതൽ 600 രൂപ GSTയിലാണ് നമ്മൾ കൊടുക്കുന്നത്. GSTയുടെ പ്രൈസാണ്. അതിൽ വേണമെന്നുണ്ടെങ്കിൽ ടാക്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെയും കൊണ്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ LPG കൊണ്ടുവന്നിട്ട് അത് സിലിണ്ടറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് തരുന്ന കമ്പനികളുണ്ടല്ലോ, ഇപ്പോൾ പെട്രോളിയം കമ്പനികൾ. ഈ കമ്പനികൾ, നമ്മുടെ രാജ്യത്തുള്ള ഈ കമ്പനികളോട് അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കമ്പനികൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനികളുടെ നിലനിൽപ്പ് അവതാളത്തിലാവത്തില്ലേ? അപ്പൊ ഗവൺമെന്റിനെ കൊണ്ട് ആകെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് വേണമെന്നുണ്ടെങ്കിൽ ടാക്സ് ഇനത്തിലുള്ള പൈസ കുറച്ച് കുറയ്ക്കാം. അപ്പൊ കുറയുവാണെന്നുണ്ടെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300 രൂപയെ കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റിനെ കൊണ്ട് പറ്റത്തുള്ളൂ. ബാക്കി പ്രൈസ് അത്രയും കൊടുത്തേ പറ്റത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ രാജ്യത്തിന്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പോപ്പുലേഷൻ ആണ്, ഹൈ ഡിമാൻഡ് ആണ്. ഇത്രയധികം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ, ഇപ്പം നമ്മളിപ്പോൾ ഓയിൽ ആയിക്കോട്ടെ, ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, LPG പോലത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുവാണ്. അപ്പൊ ഇത്രയും വലിയ ക്രൈസിസ് വരുമ്പോൾ ഗ്ലോബലി പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എന്ത് ചെയ്യും? നമ്മൾ സെൽഫ് സഫിഷ്യന്റ് അല്ല ഈ ഒരു കാര്യത്തിൽ. ഇനിയിപ്പോൾ നമ്മൾ എല്ലാത്തിനോടും അമേരിക്കയാണ് കമ്പയർ ചെയ്യുന്നത്. അമേരിക്കയുടെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഫുൾ LPG പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അവിടെ രാജ്യത്തിലുള്ള ആവശ്യമായതിൽ കൂടുതൽ LPG പ്രൊഡക്ഷൻ അമേരിക്ക നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു വലിയ സഡൻ സ്പൈക്ക് ഉണ്ടാവത്തില്ല. എന്നിട്ട് പോലും അമേരിക്കയുടെ പ്രൈസ് എടുത്ത് നോക്കുവാണെങ്കിൽ 5 മുതൽ 20% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം സുരേഷ് ഗോപി ഈ പറഞ്ഞൊരു കാര്യം ഫാക്ട് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റാണ്. ഗ്ലോബൽ ഓയിൽ പ്രൈസ് കൂടി, ഗ്ലോബലി ഒരു കുത്തനെയാണ് കൂടിയിരിക്കുന്നത്. ഒരു സഡൻ സ്പൈക്കാണ് ഗ്ലോബലി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള സഡൻ സ്പൈക്ക് ഇന്ത്യയെ അഫക്റ്റ് ചെയ്യും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പം BJP ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യം, ഒന്നുകിൽ ടാക്സ് ഇനത്തിലുള്ള പൈസ കുറച്ച് കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുവാണെന്നുണ്ടെങ്കിലും കൂടിപ്പോയാൽ ഒരു 100 രൂപ 200 രൂപയെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇത് എപ്പോൾ അവതരിപ്പിക്കണം എന്നുള്ള കാര്യമാണ്. അതായത് ഈ പ്രൈസ് ഹൈക്ക് എപ്പോൾ കൂട്ടണം എന്നുള്ളത് ചിലപ്പോൾ ഗവൺമെന്റിന് തീരുമാനിക്കാൻ പറ്റും. അതായത് പതുക്കെ കൂട്ടി ജനങ്ങളുടെ മണ്ടയ്ക്ക് അധികം പ്രഷർ കൊടുക്കാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കും. ഈ രണ്ട് കാര്യം മാത്രമേ ഗവൺമെന്റിന്റെ കയ്യിലുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊന്നും ഗവൺമെന്റിന്റെ കയ്യിലില്ല. ഈ ക്രൈസിസ് ഉണ്ടാക്കിയത് ഗവൺമെന്റ് അല്ല, ഈ വാർ നടത്തിയത് ഗവൺമെന്റ് അല്ല, ഈ പ്രശ്നങ്ങളിലൊന്നും കാരണക്കാര് ഗവൺമെന്റ് അല്ല. ഇതാണ് വിഷയം. ഇനിയിപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ക്രൈസിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്പോർട്ട് കുറയ്ക്കുക. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ 70% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം വേണമെങ്കിൽ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ എന്നാലും ഗ്ലോബൽ പ്രൈസ് നമ്മളെ അഫക്റ്റ് ചെയ്യും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് പോപ്പുലേഷൻ കൺട്രോൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് പക്ഷേ ലോങ് ടൈമിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സഡനായിട്ട് നമുക്ക് അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഹൈക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ അവർ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡനായിട്ട് പ്രൈസ് ഉയർത്താൻ പാടില്ലായിരുന്നു, പതിയെ ഉയർത്തണമായിരുന്നു. പിന്നെ സുരേഷ് ഗോപി ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും പിടിച്ചു നിന്നില്ലേ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പം അതിനെ നെഗറ്റീവായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതായത് ഇപ്പം 2-3 സ്റ്റേറ്റിൽ ഇലക്ഷൻ നടന്നതുകൊണ്ടാണ് ഇപ്പൊ കൂട്ടാതിരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കരുതാം. കാരണം ക്രൈസിസ് വന്ന സമയത്ത് നമ്മൾ കൂട്ടിയിട്ടില്ല. ഇപ്പൊ ഏകദേശം ലഭ്യത കൂടുന്നുണ്ട്, ആ സമയത്ത് നമ്മൾ കൂട്ടി. അതൊരു പക്ഷേ എലക്ഷൻ മുന്നിൽ കണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
പക്ഷെ അതിനെ വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിച്ചൂടെ? അതായത് ഇപ്പോൾ ആ വാർ നടന്ന സമയത്ത് നമുക്കറിയാം LPG ഗ്യാസ് സിലിണ്ടേഴ്സ് അവൈലബിൾ അല്ലായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ. കുറേ നാളൊക്കെ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുതരാനൊക്കെ കുറേ താമസമുണ്ടായിരുന്നു. ഹോട്ടൽ ഉടമകൾ വിറകടുപ്പിലേക്കൊക്കെ മാറുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ക്രൈസിസ്, അതായത് ലഭ്യത ഇല്ലാത്ത സമയത്താണ് വില കൂട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഇപ്പൊ പതുക്കെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് സാധനങ്ങളൊക്കെ ആ ഒരു ഹോർമൂസിലൂടെ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കൂട്ടി. അതാണ് ഇപ്പൊ ഗവൺമെന്റ് ചെയ്തത്. സത്യത്തിൽ ഗവൺമെന്റിന്റെ മണ്ടയ്ക്ക് നമുക്ക് റെസ്പോൺസിബിലിറ്റി വെക്കാൻ പറ്റത്തില്ല. അതാണ് സത്യം. ഗ്ലോബൽ പ്രൈസ് കൂടി, സഡൻ ആയിട്ട് കൂടി, ക്രൂഡ് ഓയിലിന്റെ വില കൂട്ടി, മിഡിൽ ഈസ്റ്റ് എക്സ്പോർട്ട് ചാർജ് കൂട്ടി. കാരണം മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഭയങ്കര ക്രൈസിസിലാണ്. അവർക്കത് ഈ ചാർജ് കൂട്ടിയെങ്കിൽ മാത്രമേ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. മാത്രമല്ല ഷിപ്പിംഗ് ചാർജ് കൂടി. ഹോർമൂസിലുള്ള ഈ ഒരു വിഷയം കൊണ്ടൊക്കെ തന്നെ ഷിപ്പിംഗ് ചാർജും ഫ്ലൈറ്റ് ചാർജും ഒക്കെ കൂടി. അത് ഇവിടെ കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ പ്രോസസ്സിലൂടെയാണ് നമുക്ക് ഈ LPG സിലിണ്ടർ കിട്ടുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സിലും പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു പ്രൈസ് ഹൈക്കിനെ 50% ബാധിച്ചേക്കുന്നത് ഗ്ലോബൽ ഓയിൽ പ്രൈസാണ്. നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും, നമ്മുടെ അയൽ രാജ്യങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് കൂടിയിട്ടുണ്ട്, നമ്മളെക്കാട്ടിൽ കൂടിയിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇവിടെ ഡൊമസ്റ്റിക് LPGയിൽ പ്രൈസ് കൂടിയിട്ടില്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി വരുന്നത് സബ്സിഡി. കുറേ വീട്ടുകാർക്ക് സബ്സിഡി വഴി പ്രൈസ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം സബ്സിഡിയിൽ വേണമെങ്കിൽ ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ടാക്സിൽ എന്തെങ്കിലും ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോൾ ഈ പ്രൈസ് കൂട്ടണം കുറയ്ക്കണം എന്നുള്ള കാര്യത്തിലും ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഈ 3 കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും ഗവൺമെന്റിന്റെ കയ്യിലല്ല. അത് അൺകൺട്രോളബിൾ ആണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഗവൺമെന്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഏത് ഗവൺമെന്റ് ആണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നതെങ്കിലും ഈ പ്രൈസ് കൂടിയേനെ. അതിപ്പോൾ കോൺഗ്രസ് ഭരിച്ചായിരുന്നെങ്കിലും BJP ഭരിച്ചായിരുന്നെങ്കിലും ഈ പ്രൈസ് കൂടിയേനെ. ഇനിയിപ്പോൾ ഒരു ലോങ് ടേമിൽ ഇതൊക്കെ നമ്മൾ മുന്നിൽ കണ്ട് നമ്മൾ കുറച്ചും കൂടി സെൽഫ് സഫിഷ്യൻ്റ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ലോങ് ടേം, അതിനി ഒരുപാട് വർഷങ്ങൾ എടുക്കും അതൊക്കെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്രൈസിസിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റത്തുള്ളൂ. അമേരിക്കയെ വെച്ച് നമുക്ക് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അമേരിക്ക ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവർക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിലും സെൽഫ് സഫിഷ്യൻസി ഉണ്ട്. അങ്ങനെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തിനെ ചിലപ്പോൾ ഇത് അഫക്റ്റ് ചെയ്യില്ലായിരിക്കും. പക്ഷെ എന്നിട്ട് പോലും അവരെയും അഫക്റ്റ് ചെയ്തു. അവരുടെ അടുത്തും ഒരു 20% ഓഫ് ഹൈക്ക് ഉണ്ടായി. പക്ഷേ ഇന്ത്യയിലാണ് ഒരു സഡൻ ഹൈക്ക് ഉണ്ടായത്, ഒരു ഷാർപ്പ് ഹൈക്ക് ഉണ്ടായത് ഇന്ത്യയിലാണ്. ഏതാണ്ട് 40 മുതൽ 47% പ്രൈസ് ഇൻക്രീസ് ആയി. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതാണൊരു റിയാലിറ്റി. ഇത് സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറേ റിസർച്ച് ചെയ്ത് തപ്പി നോക്കിയാണ് ഇത്രയും ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാട്ടിൽ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാമായിരിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് നിങ്ങൾ എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിൽ വെച്ചിട്ട്, ഇപ്പോൾ കാരണം വാർത്തകളിലൊക്കെ ഒരുപാട് ആൾക്കാർ മിസ്ഇൻഫർമേഷൻസ് പറയും. എപ്പോഴും പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടായിരിക്കും വാർത്തകളൊക്കെ പോകുന്നത്. പക്ഷെ നമ്മൾ പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ട് ഇതിനെയൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയത്തില്ല. ഫാക്ട് ചെക്ക് ചെയ്യുക, ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. എന്താണ് റിയൽ റീസൺ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ റിയൽ റീസൺ പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്താണെന്നുള്ളത് ഇത് കേട്ടതിൽ നിന്ന് കൺക്ലൂഷൻ എത്തിച്ചേരുക.